ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നൊരു വിതക്കാരൻ്റെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരിക്കലൊരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാനായി അതിരാവിലെ പാടത്തേക്ക് പുറപ്പെട്ടു. അവൻ തൻ്റെ കുട്ടയിൽ നിന്ന് വിത്തുകളെടുത്ത് വിതച്ചപ്പോൾ കുറേ വഴിയരികിൽ വീണു. അപ്പോൾ തന്നെ കുറേ പക്ഷികൾ വന്ന് അത് തിന്നു. ഇനി വേറെ ചിലതാവട്ടെ മണ്ണ് അധികമില്ലാത്ത പാറമേലാണ് വീണത്. മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. എന്നിട്ടോ സൂര്യൻ ഉദിച്ചപ്പോൾ വെയിലേറ്റ് വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തും വീണു. അത് 100 മേനയും 60 മേനയും 30 മേനയും വിളവ് നൽകി. അങ്ങനെ ഈ ഉപമയിലെ പോലെ ദൈവവചനമാകുന്ന വിത്തുകൾ ഗ്രഹിക്കാതെ അവ നഷ്ടപ്പെടുത്തുന്ന വഴിയരികിൽ വീണ വിത്തുകളെ പോലെയും വചനത്തെ പ്രതി ക്ലേശങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ ആഴത്തിൽ വേരില്ലാത്തതിനാൽ വീണുപോകുന്ന പാറപ്പുറത്ത് വീണ വിത്തുകളെ പോലെയും ധനാശക്തികളും ലൗകിക വ്യഗ്രതയിലും ഞെരുക്കപ്പെടുന്ന മുൾകൾക്കിടയിൽ വീണ വിത്തുകളെ പോലെയാകാതെ ദൈവവചനം ഗ്രഹിച്ചവ ഹൃദയത്തിൽ സ്വീകരിച്ച് 100, 60, 30 മേനി വിളവ് നൽകാൻ കൂട്ടുകാർക്ക് സാധിക്കട്ടെ.